എന്താണ് ഇങ്ങനെ ചിന്താവിഷ്ടനായി നിൽക്കുന്നേ? ചിന്ത എന്ന് പറയുമ്പോൾ കുറേ പഴയ ചിന്തകളിലേക്ക് അങ്ങോട്ട് പോയി. ഒരു 10-20 കൊല്ലം മുന്നത്തെ 4ാം ക്ലാസ് പഠിപ്പിച്ച എൻ്റെ അവിടുത്തെ HM വിളിച്ചത്. അവിടുത്തെ ഓണാഘോഷത്തിന് ഇനോഗ്രേഷന് പോകാൻ വേണ്ടിയിട്ട് ഗസ്റ്റായിട്ട്. അതെ, ഈ ജോലിക്കിടയിൽ ഇങ്ങനെ കിട്ടുന്ന സന്തോഷമൊന്നും കളയരുത് കേട്ടോ. ഇപ്രാവശ്യത്തെ ഓണം അങ്ങനെ നൊസ്റ്റാൾജിക് ഓണായിക്കോട്ടെ. എല്ലാവരും നല്ല സന്തോഷത്തിലല്ലേ? എന്താ ഒരു എനർജി. പക്ഷെ എനിക്ക് അത്ര സന്തോഷമല്ല. കാരണം എന്താ അറിയോ, ഞാൻ നിങ്ങളെ കാണാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ ആ പഴയ കാലത്തിലേക്ക് പോയി. അത് ഭയങ്കര ഒരു പെയിനും സന്തോഷം വരുന്നുണ്ടെങ്കിൽ പോലും ഈ ടീച്ചർമാരെയൊക്കെ ഞാൻ ആദ്യം കണ്ടപ്പോൾ ആ ഓർമ്മകളിലേക്ക് പോയി. എന്നെ വിളിച്ചു, ഞാൻ അവിടെ വന്നു. ആ കുട്ടികൾ ഒച്ചയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഉള്ളിലേക്ക് നമ്മളെ പഴയ കാലത്തേക്ക് ഓണം നമ്മളെ തിരികെ കൊണ്ടുവന്ന പോലെ. ഓർമ്മ ഉണ്ടോ അന്നത്തെ കാലം നമ്മളൊക്കെ നല്ലപോലെ ഓർമ്മയുണ്ടല്ലോ മോനെ? എനിക്ക് നല്ല ഞാൻ മുഖത്തിന് ഒരു മാറ്റമില്ല, വലിയ കണ്ണും ഒക്കെ പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരുന്ന് ഞാനും അതെ നിർബന്ധിച്ച് എഴുതാൻ ഇത്തിരി പ്രശ്നമായിരുന്നു, എഴുതാൻ മടിയുടെ അല്ല, എത്ര എഴുതിയാലും നന്നാവില്ലായിരുന്നു. അങ്ങനത്തെ ഒരു റൈറ്റിംഗ്, വലിയ ഹാൻഡ് റൈറ്റിംഗ് ആണ്, വലിയ അക്ഷരങ്ങളാണ്. തുടക്കം 1ാം ക്ലാസ്സിന്റെ ഈ മിഡിൽ ബെഞ്ചിലാണ്. കാലം എത്ര മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ഓർമ്മകൾ തന്നെയാണ്. ഈ ഓണം എനിക്ക് ഓർമ്മകളുടേത് കൂടിയാണ്.